മലയാള സിനിമയിൽ പൊതുവെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളൊക്കെ ഒരു ലൂപ്പിൽ പെട്ടു പോകാറുണ്ട്. സ്ഥിരം പോലീസുകാർ, സ്ഥിരം ജഡ്ജിമാർ, സ്ഥിരം ഡോക്ടർ, സ്ഥിരം സൈക്കാട്രിസ്റ്റ്, അങ്ങനെ ഈ പറയുന്ന ആളുകൾക്ക് മീൻസ് ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആ സർട്ടൺ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അവരുടെ അഭിനയത്തിൻ്റെ പൊട്ടൻഷ്യൽ മുഴുവനായും പുറത്തെടുക്കാൻ പറ്റാതെ പോയിട്ടുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മലയാളം സിനിമയിൽ അമ്മ വേഷങ്ങളിൽ കുടുങ്ങിപ്പോയ ഒരു ആക്ട്രസ്സാണ് കവിയൂർ പൊന്നമ്മ. മലയാളത്തിൻ്റെ ടയർ 1 ആക്ടേഴ്സായ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റുകളുടെയും അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കവിയൂർ പൊന്നമ്മ. പക്ഷേ ആ വേഷങ്ങളുടെയൊക്കെ ടെംപ്ലേറ്റുകൾക്ക് ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിച്ചിട്ടില്ല. പേരുകളും കഥാസന്ദർഭങ്ങളും മാറുന്നു എന്നല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ആ ക്യാരക്ടറുകൾക്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ പറ്റി എന്നത് കവിയൂർ പൊന്നമ്മ എന്ന ആർട്ടിസ്റ്റിൻ്റെ മാത്രം പ്ലസ് പോയിൻ്റാണ്. 1945 സെപ്റ്റംബർ 10 തിരുവല്ലയിലെ കവിയൂരിലാണ് പൊന്നമ്മ ജനിക്കുന്നത്. ഇവർ മൊത്തത്തിൽ 6 മക്കളായിരുന്നു. അതിൽ അനിയത്തിയായിരുന്ന കവിയൂർ രേണുക, അവരും ഒരു വെൽ നോൺ ആക്ട്രസ് ആയിരുന്നു. 2004 രേണുക മരിക്കുന്നത്. ലേലം, അയ്യപ്പൻ്റെ അമ്മ, നെയ്യപ്പൻ ചുട്ടു, ഈ 2 സിനിമയുമാണ് പെട്ടെന്ന് രേണുകയെ ഓർക്കാൻ പറയുമ്പോൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ 2 സിനിമകൾ. ചെറുപ്പത്തിൽ MS സുബ്ബലക്ഷ്മിയുടെ ഒരു കച്ചേരി കേട്ടപ്പോൾ എനിക്കും ഒരു പാട്ടുകാരിയാവണം, അതായത് MS സുബ്ബലക്ഷ്മിയെ പോലെ വലിയൊരു പാട്ടുകാരിയാവണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് ഒരുപാട് സ്റ്റേജുകളിൽ പാടാൻ അവസരം കിട്ടുന്നു. ആ സമയത്ത് 5 വയസ്സുള്ള ഒരു കുട്ടി സംഗീതം പഠിച്ച് സ്റ്റേജ് ഷോകളിൽ പാടുന്നത് KPSCയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. KPSCയുടെ സ്റ്റേജ് നാടകങ്ങളിൽ പാടാൻ ഒരു ഫീമെയിൽ സിംഗറെ തപ്പി നടക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ അവർ KPSC നാടകങ്ങളിൽ പാടാൻ തുടങ്ങി. ഇങ്ങനെ നാടകങ്ങളിൽ പാട്ട് മാത്രം പാടിക്കൊണ്ടിരുന്ന പൊന്നമ്മയ്ക്ക് 13ാമത്തെ വയസ്സിൽ മൂലധനം എന്ന നാടകത്തിൽ നായികയായി അഭിനയിക്കാനുള്ള അവസരവും KPSC കൊടുത്തു. തോപ്പിൽ ഭാസിയായിരുന്നു ഈ നാടകത്തിൻ്റെ സംവിധായകൻ. ആ നാടകത്തിൽ അഭിനയിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമയായ കുടുംബിനി റിലീസായി. അതിൽ 2 കുട്ടികളുടെ അമ്മയായ ടൈറ്റിൽ റോളാണ് അവർ ചെയ്തിരുന്നത്. പൊന്നമ്മയ്ക്ക് 11 വയസ്സുള്ളപ്പോഴാണ് കവിയൂർ വെച്ച് പാട്ടുകാരിയായുള്ള അവരുടെ അരങ്ങേറ്റം നടക്കുന്നത്. ആ വേദിയിൽ അവരെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കവിയൂർ പൊന്നമ്മ എന്നായിരുന്നു. അങ്ങനെയാണ് ഈ സ്റ്റേജ് നെയിം അവർക്ക് ലഭിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല സിനിമകൾ അവർ ചെയ്യുകയും അതിന് നല്ല രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടുകയും ചെയ്തതാണ്. പിന്നീട് ഒരുപാട് കാലങ്ങൾക്കിപ്പുറം മലയാള സിനിമ അമ്മ സങ്കല്പങ്ങളുടെ മുഖമായി മാറിയതിന് ശേഷം ചെയ്ത വേഷങ്ങളെല്ലാം അമ്മ വേഷം തന്നെയായിരുന്നു. മോഹൻലാലിൻ്റെ ഒറിജിനൽ അമ്മ ഇതാണോ എന്ന് ചിന്തിച്ചിരുന്ന ഒരു ചെറുപ്പകാലം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. മോഹൻലാലിൻ്റെ അമ്മയ്ക്കും കവിയൂർ പൊന്നമ്മ അമ്മയെ അഭിനയിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു നടൻ്റെ അമ്മയായി അഭിനയിച്ചാലും ആ ഒരു ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പൊന്നമ്മയുടെ കഴിവ് അപാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഈ കണ്ട കാലം മുഴുവൻ മലയാളത്തിൻ്റെ അമ്മയായി നമുക്ക് മുന്നിലുണ്ടായിരുന്ന കവിയൂർ പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെടുന്നത്. മലയാള സിനിമയിൽ വാത്സല്യനിധിയായ ധാരാളം അമ്മവേഷങ്ങളെ അവതരിപ്പിച്ച കവിയൂർ പൊന്നമ്മയ്ക്ക് പക്ഷേ തൻ്റെ വ്യക്തിജീവിതത്തിൽ അത്തരമൊരു അമ്മയാവാൻ സാധിച്ചിട്ടില്ല എന്ന വിഷമം അവർ തന്നെ പലതവണ പങ്കുവച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ മരണവാർത്ത പുറത്തു വന്ന സമയം തൊട്ട് സിനിമയിലെ ഒരുവിധപ്പെട്ട എല്ലാ സഹപ്രവർത്തകരും നേരിട്ട് പോയും സോഷ്യൽ മീഡിയാസിലൂടെ പോസ്റ്റുകളിട്ടും അവരുടെ ദുഃഖം അറിയിച്ചിരുന്നു. പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി എന്നാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ എഴുതിയിട്ടത്. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്നതായിരുന്നു മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല. മലയാള സിനിമയിൽ അമ്മ എന്നാൽ പൊന്നമ്മ ചേച്ചിയാണെന്ന് മഞ്ജു വാര്യരും തൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചിട്ടു. മലയാള സിനിമാ ലോകത്തിന് നഷ്ടപ്പെട്ടു പോയ മഹാപ്രതിഭകളുടെ കൂട്ടത്തിൽ അങ്ങനെ കവിയൂർ പൊന്നമ്മയുടെ പേരും എഴുതി ചേർക്കപ്പെട്ടു കഴിഞ്ഞു. മരിച്ചുപോയെങ്കിലും കവിയൂർ പൊന്നമ്മ എന്ന മികവുറ്റ കലാകാരി ചെയ്തു വെച്ച വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ അവർ എന്നും ജീവിക്കട്ടെ.